ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഞങ്ങൾ ഇത്തവണയും പ്രേംകുമാറിനെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. മികച്ച രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ ശേഷിയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് പ്രേംകുമാർ എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രേംകുമാറിന് നല്ല രീതിയിലുള്ള പിന്തുണ നേരത്തെയുമുണ്ട്, ഇപ്പോഴുമുണ്ട്. UDF എത്രമാത്രം ഗതികേടിലാണെന്ന് നോക്കണം. UDFൻ്റെ ആ ഗതികേടിൻ്റെ ചിത്രം ഇവിടെ ശരിയായ രീതിയിൽ കാണാനുണ്ട്. ചരിത്രം ഒരു കാലത്തും വഞ്ചകന്മാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. എല്ലാ കാലത്തും ചരിത്രം വഞ്ചകന്മാരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒറ്റപ്പെടൽ അതിൻ്റേതായ ശരിയായ രീതിയിൽ വഞ്ചകന്മാരെല്ലാം അനുഭവിക്കാൻ പോവുകയാണ് എന്നത് നാം കണ്ടോളണം. നാടിനെ പരിഹസിക്കാനും നാട്ടുകാരെ വില കുറച്ച് കാണാനും ബഹുജനങ്ങളെ അവമതിക്കാനും തയ്യാറാകുന്ന ഒരാളും ഒരു കാലത്തും രക്ഷപ്പെട്ടിട്ടില്ല. ഇത് ഒരു പാഠമായി എടുക്കുക. വലിയ ഭൂരിപക്ഷം പ്രേംകുമാറിന് നൽകുക എന്നാണ് ഇന്നത്തെ ഘട്ടത്തിൽ ആവശ്യം. ആ കടമ എല്ലാവരും ഏറ്റെടുക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, വലിയ ഭൂരിപക്ഷത്തോടെ പ്രേംകുമാറിനെ തിരഞ്ഞെടുക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.